Hi guys, this is your cinematic Mallu. So, Golam, directed by Samjad PS, written by Samjad PS and Praveen Vishwanath. രണ്ടുപേരാണ് റൈറ്റിംഗിലും ലൈക്ക് സ്റ്റോറിയിലും റൈറ്റിംഗിലും സംജാദ് പി എസും ഉണ്ട്, പ്രവീൺ വിശ്വനാഥും ഉണ്ട്. രഞ്ജിത്ത് സജീവ്, അതുപോലെ തന്നെ ദിലീഷ് പോത്തൻ, സണ്ണി വെയിന്, ശ്രീകാന്ത് മുരളി, സിദ്ദിഖ്, അലൻസിയർ ഇവരൊക്കെയാണ് ലൈക്ക് ആക്ട് ചെയ്തേക്കണേ. ആൻഡ് ബേസിക്കലി ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. ഒരു ഓഫീസിൽ നടക്കുന്നൊരു മർഡർ, അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് സിനിമ എന്ന് പറയുന്നത്. ആൻഡ് ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഗോളം അപൂർണമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ലിമിറ്റഡ് സ്പേസ് എന്നുള്ളതല്ല, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ എന്ന് പറയുമ്പം ആ ഇൻവെസ്റ്റിഗേഷൻ നടക്കുക എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യണം. ആസ് എ പ്രേക്ഷകൻ ആ ഇൻവെസ്റ്റിഗേഷൻ നമുക്ക് ഫീൽ ചെയ്യണം. അതിന് സ്പേസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രശ്നമല്ല. ലൈക്ക് ലിമിറ്റഡ് സ്പേസിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറീസിലും ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫീൽ ചെയ്ത അല്ലെങ്കിൽ ഫീൽ ചെയ്യിപ്പിച്ച സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ഹാഫിൽ ഒരു രീതിയിലും ലൈക്ക് ആ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ആസ് എ പ്രേക്ഷകൻ എനിക്ക് ഫീൽ ചെയ്യണില്ല. നായകൻ ഇതിൽ രഞ്ജിത്ത് സജീവിൻ്റെ ക്യാരക്ടർ ഫുൾ ടൈം എയർപിടുത്താണ്. അത് എന്തിനാ, പോലീസ് ക്യാരക്ടറാണ്, പക്ഷേ ആ ഒരു റഫ് ആൻഡ് ടഫ് നേച്ചർ കാണിക്കാനായിരിക്കും. ബട്ട് അത് ഇച്ചിരി ഓവർ ദ ടോപ്പായി പോയോ എന്നാണ് എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത് ആസ് എ പ്രേക്ഷകൻ. അതുകൊണ്ടാണ് തന്നെ എപ്പോഴും ഫോട്ടോ എടുക്കലാണ് പണി. അത് ഫസ്റ്റ് ഹാഫിൽ എവിടെയും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ചില ഡയലോഗുകളാണെങ്കിലും എന്താണ് നമുക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുകയാണ്, എന്നാണ് പറയാൻ തോന്നുന്നത്. ഫസ്റ്റ് ഹാഫിലൊക്കെ ചില ഡയലോഗുകൾ, പ്രത്യേകിച്ച് അലൻസിയറിൻ്റെ ഒക്കെ ചില ഡയലോഗുകൾ കേൾക്കുമ്പം, അതുകൊണ്ട് തന്നെ നായകൻ്റെ ആയാലും ഡയലോഗുകൾ കറക്റ്റ് കാണാപ്പാടം പിടിച്ച് പറയണം ആണ് പലയിടങ്ങളിലും ഫീൽ ചെയ്യുന്നത്. അതങ്ങനെ പോയി. മ്യൂസിക് ആണെങ്കിലും ലൈക്ക് തുടക്കത്തിലൊരു പാട്ടാണെങ്കിലും ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കണില്ല. മ്യൂസിക്കിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അതാണല്ലോ, ആ സീനിൻ്റെ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ മ്യൂസിക് ഉണ്ടാക്കണമല്ലോ, അതുണ്ടാക്കുന്നില്ല. ആൻഡ് അങ്ങനെ പോയി സെക്കൻഡ് ഹാഫ് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. സെക്കൻഡ് ഹാഫിലാണ് കഥ മാറുന്നത്. അത് അത്ര നേരവും അങ്ങനെ പോയിക്കൊണ്ടിരുന്നൊരു സംഭവം അതിൻ്റെ ആ ഒരു ഗ്രാഫ് കയറുന്നത് സെക്കൻഡ് ഹാഫിലാണ്. ആ ഒരു പ്ലോട്ട് ട്വിസ്റ്റ് പൊളിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് അത്ര നേരത്തെ എൻ്റെ ക്ഷീണം എന്ന് പറയുന്നത് ആ പ്ലോട്ട് ട്വിസ്റ്റ് മാറ്റി കളഞ്ഞു. നമ്മൾ കാണുമ്പോൾ ആലോചിക്കും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെ നടക്കും, ഇതൊക്കെ നടക്കണ കാര്യങ്ങളാണ്. ഈ മെഡിക്കൽ സയൻസ് മേഖലയിൽ നമ്മൾ പറയുമല്ലോ, ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന്. സത്യം എന്ന് പറയുന്നത് കെട്ടുകഥേനേക്കാളും യാഥാർത്ഥ്യമാണ്. അപ്പം ഇതൊക്കെ നടക്കും മെഡിക്കൽ സയൻസ് മേഖലയിൽ. അത് കാണുമ്പോൾ നമുക്കൊരു ഞെട്ടലാണ്, പക്ഷേ അങ്ങനെയൊക്കെ നടക്കും. എന്തായാലും അത് പൊളിച്ചു ആ പ്ലോട്ട് ട്വിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് ആ ഒരു മർഡറിൻ്റെ ചുരുളഴിക്കണ ലൈക്ക് ആ ഒരു മിസ്റ്ററി നമ്മളുടെ പ്രേക്ഷകൻ്റെ മുമ്പിൽ ചുരുളഴിയാണ്. അതായാലും നന്നായിട്ടുണ്ട്, അത് പൊളിച്ചു. അവർ ആ ഒരു ആ മർഡർ എന്ന് പറയുന്നത് കുറ്റവാളികൾ ചെയ്ത രീതി, അത് നമ്മളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തത് നന്നായിട്ടുണ്ട്. പക്ഷെ അവിടെയും എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത് മ്യൂസിക്കാണ്. സംഭവം അവർ ആ മർഡർ കമ്മിറ്റ് ചെയ്തേക്കുന്നത് നൈസായിട്ടുണ്ട്, പൊളിച്ചു. അത്രയും പിഴവുകളില്ലാണ്ടാണ് അവരത് ചെയ്യണത്. അത് നമ്മളുടെ മുമ്പിൽ പ്രേക്ഷകൻ്റെ മുമ്പിൽ അത് പ്രസൻറ്റ് ചെയ്യുന്നതാണെങ്കിലും, പക്ഷേ അന്നേരം അത് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പോണ മ്യൂസിക് എന്ന് പറയുന്നത് ഒരു രീതിയിലും ആ സീനിനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ ആ സീനിനെ ആ സീനുകളെ ഹൈലൈറ്റ് ചെയ്യുന്നൊരു മ്യൂസിക്കോ അല്ല. ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിപ്പോയി ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മ്യൂസിക് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ ക്ലൈമാക്സ് സെറ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ക്ലൈമാക്സ് വിശേഷിപ്പിക്കുന്ന ഒരു മിസ്റ്ററി സംഭവങ്ങളൊക്കെ. അത് ആ ഇൻ്റർവെൽ മുതൽ കയറി വന്ന ആ ഒരു ഗ്രാഫിനെ ക്ലൈമാക്സ് താഴെ പോകാണ്ട് നിലനിർത്തി. സെറ്റാണ് ക്ലൈമാക്സ്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ഗോളം. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാണ്ട് കടന്നുപോയ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് മുതൽ ഗ്രാഫ് മേളിയിട്ട് കയറി ആൻഡ് ഇറ്റ് ഡിഡ്ന്റ് ഗോ ഡൗൺ. സോ ദാറ്റ്സ് മൈ ടേക്ക് ഓൺ ഗോളം. ആൻഡ് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ആൻഡ് സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ദിസ് ഈസ് യുവർ സിനിമാറ്റിക് മല്ലു സൈനിങ് ഓഫ്.